ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ക്രീം ചീസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ്. നമുക്കിവിടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അത് നമുക്കൊന്ന് ചൂടാക്കാം. ഒന്ന് തിളച്ച് വരണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെന്ന് തോന്നിയ 1/2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വീണ്ടും 1/2 കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളം വിട്ട് വരണം. ഇത് മുഴുവനും കട്ടയാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. വെള്ളം സെപ്പറേറ്റ് ആയെന്നറിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ്. അതിനുശേഷം നമുക്കിതൊരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. വെള്ളം മാറ്റിയേക്കാം. നമുക്ക് നന്നായിട്ടിത് അരിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ മുഴുവനും പ്രസ് ചെയ്ത് നമുക്ക് വെള്ളം കളയാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് നമുക്ക് മിക്സാക്കി എടുത്ത് ഇത് വീണ്ടും നമ്മൾ അരിച്ച് അതും പ്രസ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഞാനൊരു 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിരുന്ന വെള്ളം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കിത് വീണ്ടും അടിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരു പരുവമായി. ഇതുപോലെ നമുക്ക് ഇനി ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഈ ഒരു പരുവമാവുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 വട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സ്റ്റിഫാകുന്നില്ല, നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു പരുവമായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. കേക്കിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കടയിൽ കിട്ടുന്ന അതേ രുചിയിലായിരിക്കും. ബൈ.